ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് ചോദിച്ചു. ഈവനിങ് വ്ളോഗ്. ഇപ്പോൾ ഓളെ ഇപ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നതാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് വരുന്ന വഴിക്ക് മീൻ മേടിച്ച്. അപ്പോൾ മീൻ മേടിച്ച് അപ്പോൾ ചെറിയൊരു മീൻകറിയും വെക്കാം, അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു വ്ളോഗും എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അപ്പോൾ തുടങ്ങിയില്ല പരിപാടി. അപ്പം അതിന് ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കണ്ടേ, ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മീൻ മേടിച്ചത് ഇത് മറ്റേ ചെങ്കലവ, കിളിമീൻ, പിന്നെ ചെറിയ അയിലക്കുട്ടി 50 രൂപ കേട്ടോ. 50 രൂപ. അപ്പൊ കുറച്ചെടുത്ത് വറക്കുന്നതാ. കുറച്ച് കിളി എടുത്ത് വറക്കാം. ഞാൻ അയിലക്കുഞ്ഞ് കഴിക്കാറില്ല. ഇവള് അയലയൊന്നും കഴിക്കാറില്ല. ഇവള് കഴിക്കുന്ന വത്തല്, പിന്നെ ചൂട, പിന്നെന്താ കിളിമീന്, പിന്നെ മത്തി കഴിക്കും കേട്ടോ. മത്തിയും കഴിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി 3 കൂട്ടം മീനൊക്കെ ഇവിടെ മേടിക്കാറുള്ളൂ, വേറെ മീനൊന്നും മേടിക്കാറില്ല. അപ്പൊ ഇപ്പൊ മേടിച്ച് ഇതാ സാധനം ഉണ്ട്, ചെങ്കലവ. അപ്പൊ അത് മേടിച്ച് അപ്പൊ ആള് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. അത് ഉപ്പിട്ട് തേക്കണം. അപ്പൊ അത് മീൻ വെക്കണം. പിന്നെന്താ വെക്കുന്നതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കാം. അവനപ്പുറത്ത് ഇരിപ്പുണ്ട്. അവന് അവിടെ ബെഡ് റെസ്റ്റാ. അയാളെ അവൻ വരട്ടെ. ഇപ്പത്തെ നമുക്കിനി ഇതെല്ലാം വെട്ടി വെച്ച് കഴിഞ്ഞ് ഉപ്പിട്ടൊക്കെ ശരിയാക്കണം അല്ലേ? എന്നാ ഉപ്പിട്ട് ശരിയായി. നമ്മൾ തേങ്ങ അരച്ച മീൻകറി വെക്കുന്നത്. ഇപ്പം ഒരു തേങ്ങ എടുത്തിട്ടൊരു കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അത് തിരുമ്പണം. അപ്പൊ തിരുമ്പുന്ന നമുക്ക് തിരുമ്പലിലോട്ട് പോകാം. തേങ്ങ ചിരണ്ടുകയാണ്. ഞാൻ ഇടിക്കുകയാണ് ഇടികല്ലില്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടിക്കുകയാണ്. ഈ തേങ്ങ തിരുമ്പോഴേ ഇതിനെ എടുത്ത് കടിക്കുന്നത് ആരൊക്കെയുണ്ട്? ഞാനുണ്ട്. എല്ലാരും അങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ തിരുമ്പോഴേ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടം. പണ്ട് ഞാനങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പൊ ഉമ്മ എന്നെ തല്ലുമായിരുന്നു. അതിന്റെ കയ്യിലിരിപ്പോണ്ട് തല്ലുന്നത്. കോമഡി അല്ലേ കാര്യമായിട്ട്. ഷെഹുമോള് മീനൊക്കെ വരഞ്ഞു വെച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് മീനെടുത്ത് വറക്കാന്ന് വെച്ച്. കുറച്ചെടുത്ത് വറക്കാം അല്ലേ? മറ്റേ അയലക്കുഞ്ഞുങ്ങളെ എടുത്ത് കറി വെക്കാം. പിന്നെ വെറുതെ പറയല്ല കേട്ടോ, ഇവള് മീനൊക്കെ ഫ്രൈ ചെയ്യുന്നൊക്കെ നല്ല അടിപൊളിയാ കേട്ടോ, നല്ല ടേസ്റ്റാ. അല്ല ഇവള് ഇട്ടേക്കുന്ന യൂട്യൂബിൽ ഇട്ടേക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയല്ല, നിങ്ങൾ ഒരു വട്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് എല്ലാം. നല്ലോണം ഫുഡൊക്കെ വെക്കും. ഇവിടെ ചില സമയത്തൊക്കെ ധൃതി പിടിച്ചൊക്കെ ചിലവ് ചെയ്യും, അപ്പോഴൊക്കെ കുളമായി. അത് ഈ ഗസ്റ്റ് ഒക്കെ വരുമ്പോ അടിപൊളിയായിട്ട് ചെയ്യും. എന്നിട്ട് നമ്മള് ഉള്ളപ്പോഴൊക്കെ അതങ്ങനല്ല, മറ്റേ സമയം എടുത്ത് ഇത് പിന്നെ ഓരോന്നൊക്കെ പെട്ടെന്ന് കാട്ടിക്കൂട്ടി വെക്കും. ഷെഹുവിടെ മീനെ മറ്റേ നമ്മള് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതെല്ലാം മസാലയൊക്കെ പറ്റി വെച്ചേക്കുന്നുണ്ട്. പിന്നെ കറി വെക്കാനുള്ളത് കുറച്ച് ഞങ്ങൾ രണ്ടുപേരല്ലോ. ഇതൊക്കെ ഞാൻ കഴിക്കേണ്ടി വരും. പിന്നെ അങ്ങനെ ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഇനി അത് കറണ്ട് പോയി. ഇതിന് നീ എന്തൊക്കെ മസാല ചേർത്തേക്കണേ? മുളകിന്റെ പൊടി, ഇപ്പൊ നിർത്തിപ്പറ. മുളകിന്റെ പൊടി എത്ര ഇട്ടേ? അത് 1/2 സ്പൂൺ. പിന്നെ മഞ്ഞളിന്റെ പൊടി അതെത്ര? അതൊരു 1/4 സ്പൂൺ. പിന്നെ വേറെ എന്തൊക്കെയാ? പിന്നെ ഉപ്പും. പിന്നെ ഉപ്പും ചേർത്ത് 3 ഐറ്റം മാത്രമേ ഉള്ളൂ. കുരുമുളകിന്റെ പൊടി. പിന്നെ കുരുമുളക് ഇല്ല, ഈ മുളക് പൊടി എന്ന് പറഞ്ഞാൽ മറ്റേ കാശ്മീരി, അത് എത്ര കളർ കേട്ടോ. ഇത് 3 ഇതാക്കി വെച്ചേക്കണ, പുരട്ടി വെച്ചേക്കണ.
കുരുമുളകിന്റെ പൊടിയേ ഞാൻ ഉപയോഗിക്കണ എപ്പോഴാണെന്നറിയോ? അതാണെങ്കിൽ പഴുത്ത മീനൊക്കെ ഇല്ല, ഇച്ചിരി കൊള്ളാത്ത മീനൊക്കെ കിട്ടൂലേ, ആ ടൈമിൽ ഞാൻ കുരുമുളകിന്റെ പൊടി ഏറെ ഇടുന്നത്. ഇത് നല്ല ഫ്രഷ് മീനാണ്, അപ്പോൾ ഞാൻ കുരുമുളകിന്റെ പൊടി ഒന്നും ഇട്ടിട്ടില്ല. മീൻകറിയിലോട്ട് പോകാലോ. അതെ, ചട്ടി ചൂടായിട്ടുണ്ടേ. ഞാനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. ആ ടൈമിൽ നമുക്ക് അരമുറി സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴട്ടിയെടുക്കാവേ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴട്ടിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് വഴട്ടിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് തേങ്ങ ഒരു 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിന്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ. 2 സ്പൂൺ മുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത മുളകാണേ. 1/4 സ്പൂൺ മഞ്ഞളിന്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവേ. അരപ്പ് നമ്മൾ അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തോണ്ട് വരണേ. വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റാവേ. ഒത്തിരി വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. സോക്ക് ചെയ്ത് വെച്ചിരുന്ന പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാവേ. തേങ്ങ അരച്ച് വെച്ചില്ല, ആ മിക്സ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ വെളിച്ചെണ്ണയിൽ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമല്ലേ, അത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം അത് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. മിക്സ് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാവേ. അപ്പം മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മീൻ മറക്കാൻ പോലെ മീൻ മറക്കാൻ പോട്ടാ. ഞാൻ നിർത്താം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരാളെ കാണിച്ചു തന്നാലോ? ഞങ്ങളുടെ കുഞ്ഞാപ്പൂരെ കാണിച്ചു തരാം കേട്ടാ. പൂച്ച, ഞങ്ങളുടെ പൂച്ചക്കുട്ടിയായത്. ഒരു ഹായ് എടുത്തേ. ഹായ്. നീ എന്തെടുക്കും ഇവിടെ നിന്ന്? ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. തുറന്നേ. ആ, മീൻ ഇട്ട് കൊടുക്കാം. അതെ, മീൻ ഇട്ട് കൊടുക്കാം. കറി തിളച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാവേ. മീൻ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ, മീൻ അങ്ങും ഇങ്ങും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് തിള വരുന്നുണ്ടേ. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേരാം. അപ്പൊ നമുക്കിനി അടച്ചു വെച്ച് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വറുക്കുക. പറയുക എന്താ, ഈ ബ്ലോഗ് ഒക്കെ എടുക്കൂലേ, അപ്പൊ അവരുടെ ഹസ്ബൻഡ് ഒക്കെ സഹായിക്കത്തൊന്നുമില്ല, ഇക്ക മാത്രമേ സഹായിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനല്ല, എല്ലാരും ഹസ്ബൻഡ് സഹായിക്കും, പിന്നെ ഇക്ക കുറച്ച് കുറവാകും. എല്ലാരും സഹായിക്കുമെന്ന് എനിക്ക് അറിയില്ല. ആൾക്കാരൊക്കെ സഹായിക്കുമായിരിക്കും. പിന്നെ അതെന്തിനാ സഹായിച്ചൊക്കെ കൊടുക്കുമായിരിക്കില്ലേ? എന്തായാലും ഞാൻ സഹായിച്ചു കൊടുക്കും. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കാറുണ്ട്. കാര്യം ഇനിയിപ്പം പഠിക്കാൻ പോകല്ലേ, പഠിക്കാൻ പോകുമ്പോഴത്തേനും പോയിട്ട് എല്ലാം കൂടെ ചെയ്യുന്നത് ബുദ്ധിമുട്ടല്ലേ. വീട്ടിൽ
പഠിത്തവും ഇങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. പിന്നെ അതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട്. അതിലിപ്പോൾ വലിയ തെറ്റായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ മീൻ അങ്ങനെ ചട്ടി കിടന്നുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോറ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിച്ചില്ല. ഞങ്ങള് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു ബോർമയുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ഈ മറ്റേ ബണ്ണുണ്ടല്ലോ, 6 രൂപയ്ക്ക് ബണ്ണ് കിട്ടും. പിന്നെ അത് മേടിച്ച് പിന്നെ ഞങ്ങൾ ചായ കട്ടൻ ചായ, ഞങ്ങൾ പാൽ ചായ ഒന്നും അങ്ങനെ കുടിക്കില്ല. പിന്നെ പുറത്തൊക്കെ പോയാൽ കുടിക്കും, ചായക്കട ഞങ്ങൾ കുടിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഞങ്ങൾ പാൽ ചായ കുറവാണ്. പിന്നെ അങ്ങനെ കട്ടൻ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് തുടങ്ങിയത്. പിന്നെ എല്ലാവർക്കും സുഖമാണ്. അതന്നെ, ഈ വ്ലോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ടോ? സത്യം പറയണോ, ഉണ്ടെങ്കിൽ കമന്റിൽ കൂടെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടാറുണ്ടോ? ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വ്ലോഗ് ഇട്ടിട്ട് വ്യൂസ് കുറവായിരുന്നു, നല്ല കുറവുണ്ടായിരുന്നു. ആദ്യത്തെ ഇതിന് 151 പേര് വ്യൂസോളം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇട്ടത് 100 വ്യൂസോളം കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് 181 പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി വ്ലോഗ്സ് നമ്മളെ കൊള്ളൂല എന്നൊരു സംശയമുണ്ട്. ചമ്മന്തിയുടെ രാവിലെ നിങ്ങൾ വീഡിയോ കണ്ടില്ലായിരുന്നു, ലഞ്ച് ബോക്സിൽ പരിചയപ്പെടുത്തില്ലായിരുന്നു. ആ ചമ്മന്തിയായി ഈ ചമ്മന്തി. മീൻകറി നല്ലപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഷെഫിന്റെ മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, മീൻകറി റെഡിയായി. ഇതേന്ന് കാണിച്ചേക്കാം. ഇതേന്റെ മീൻകറി റെഡിയായി. ഈ ബാക്ക് ക്യാമറ കാണിക്കാം. സൂപ്പർ അല്ലേ? തിളച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തല്ലേ. ഇപ്പുറത്തെ മീൻ വറുത്തത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാവും. അപ്പൊ അതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻകറി റെഡിയായി. മറ്റേത് കുറച്ചുകൂടെ ഇതാകാനുണ്ട്. അപ്പൊ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. പിന്നെ അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആരും സപ്പോർട്ടൊക്കെ കുറവാണ്. നിങ്ങളെ ഒന്ന് വീഡിയോ കാണുന്ന ഞങ്ങളുടെ നല്ല കൂട്ടുകാരെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചെയ്തേക്കണേ. പിന്നെ ഞങ്ങളിന്ന് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അല്ല, ഞാൻ ചോറിനകത്ത് മീൻകറി കഴിക്കുന്ന ആ വീഡിയോ ചോറിനകത്ത് മീൻകറി അങ്ങനെ ആയിക്കോട്ടെ. ചോറിനകത്ത് മീൻകറി ഒരു വീഡിയോ കൂടെ നമ്മൾ എടുത്തിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ചോറിലോട്ട് മീൻകറി കഴിക്കുകയാണ്. ഞങ്ങളിനി ചോറ് കഴിക്കാൻ പോവാണ്. അപ്പൊ മീൻകറി എടുക്കുകയാണ്. ഇതാണ് എന്റെ മീൻകറി. ഇതിന്റെ റെസിപ്പി എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്. മിക്കതും ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. മീൻ വറുത്തത് ഒരു സൈഡ് ഡിഷായിട്ട് മീൻ വറുത്തതും ഉണ്ട്.